ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസിൻ്റെ ചില നാറിയ കഥകൾ കാണുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഒരു ഇറിറ്റേറ്റിംഗ് ആയി തോന്നും. അതുപോലെ ഒരു സംഭവമാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. അനുമോളുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ടിനെ അതിനകത്തോട്ട് ഒരു സീരിയലിൻ്റെ പ്രൊമോഷനുമായിട്ട് കയറ്റി വിടുന്നു. കയറ്റി വിടുന്നൊന്നും കുഴപ്പമില്ല, കാരണം അതൊരു എന്താ പറയുക, ഒരു സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് ആ ഒരു നടനും അതിലെ നായികയും കൂടി വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടനെ ഫോക്കസ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് നേരെ അനുമോളുടെ മുഖത്തേക്കാണ്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ജീവൻ ഗോപാലും അനുമോളും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ ഇൻ്റർവ്യൂ കണ്ടിട്ടും അതിനുശേഷം ഒക്കെ എനിക്ക് അറിയാവുന്ന അങ്ങനെയാണ്. ഇങ്ങനെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ആണ് എന്ന് ഇതിനകത്ത് അനുമോൾക്കൊരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ പല ചർച്ചകൾ വന്നാലും കൂടെ അത് ജീവനാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അതിനുശേഷം ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു കഥ ഇപ്പോഴും അനുമോളുടെ എക്സ് ആണ് ജീവൻ എന്നോ ജീവൻ്റെ എക്സ് ആണ് അനുമോൾ എന്നൊന്നും അവർ പറഞ്ഞ് എവിടെയും ഞാൻ കേട്ടിട്ടുമില്ല. ചില പ്രണയബന്ധങ്ങളൊക്കെ നമുക്ക് വളരെയധികം അറിയാവുന്ന കാര്യങ്ങളാണ്. അത് പറയുമ്പോൾ നമുക്ക് ഓക്കെ എക്സ് ബോയ് ഫ്രണ്ട് വന്നു എന്നൊക്കെ പറയാം. പക്ഷെ ഇതിൽ ജീവനെ എക്സ് ബോയ് ഫ്രണ്ട് എന്ന രീതിയിലേക്ക് പല യൂട്യൂബേഴ്സും മാറ്റുന്നത് ഞാൻ കണ്ടു. അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ള ബിഗ് ബോസിൻ്റെ ഒരു ക്യാമറ ആംഗിളുകളിൽ ചില ഷോട്ടുകളാണ്. അതായത് നമ്മളുടെ അനുമോൾ വിഷമിച്ചിരിക്കുന്നു, അനുമോൾ ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലസമായി നടക്കുന്നു, അനുമോൾ ജീവനെ കൈ കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്നു, ആദിലയും നൂറയുമായിട്ട് അവർ പോയിട്ട് ഒരു റൂമിലിരുന്ന് പോകുന്നു, അത് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏഷ്യനെറ്റിന് മനഃപൂർവ്വമായിട്ട് ഇതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി. അത് ശരിയായ ഒരു നടപടിയല്ല. കാരണം അനുമോൾക്ക് ഇപ്പോൾ ഒരു എക്സ് ബോയ് ഫ്രണ്ട് എന്ന് നിൽക്കും. അതേപോലെ തന്നെ അതിനകത്ത് എത്രയോ ആൾക്കാർ ഡിവോഴ്സ് ആയുള്ള ആൾക്കാരുണ്ട്. ജിഷിൻ ഡിവോഴ്സ് അല്ലേ, അനീഷ് ഡിവോഴ്സ് ആണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഡിവോഴ്സ് ആയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ലേഡി കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ലക്ഷ്മി ഡിവോഴ്സ് ആണ്. ശാരിക ഔട്ടായി പോയിട്ടുള്ള ശാരിക അവർ ഡിവോഴ്സ് ആണ്. അപ്പോൾ അവരുടെയൊക്കെ എക്സ് ബോയ് ഫ്രണ്ടിനെയൊക്കെ ഇതുപോലെ കയറ്റി വിടുക, അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡിനെയൊക്കെ കയറ്റി വിടുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് അനുമോൾക്ക് മാത്രം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ബിഗ് ബോസിനും ആ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് വന്ന് പറയുന്ന ഒരു ഏജൻറ്റ് പോലെയുള്ള ലാലേട്ടൻ ലാലേട്ടനിലൂടെ ഈ ബിഗ് ബോസ് നടത്തിയെടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ലാലേട്ടൻ വന്ന് ഒന്നും പറയുന്നില്ല എങ്കിൽ പോലും പല ചോദ്യങ്ങളും അനുമോളോടുള്ള വീക്കെൻഡിൽ വരുന്ന പല ചോദ്യങ്ങളും അനുമോളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എല്ലാം ലാലേട്ടനുള്ളിൽ നിന്ന് പറയുന്നൊന്നുമല്ല. അതെല്ലാം അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ആ വീക്കെൻഡിനുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. ആ സ്ക്രിപ്റ്റിൽ പറയുന്നതാണ് ഈ അനുമോളോട് ഇങ്ങനെ ഈ രീതിയിൽ ചോദിക്കണം, കുറച്ച് ദേഷ്യത്തോടെ ചോദിക്കണം, എന്നാലേ ആ ഒരു കണ്ടന്റ് നമുക്ക് പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പ്രേക്ഷകരുടെ ഇടയിൽ അത് ഭയങ്കര ചർച്ചാ വിഷയമാണ്. അപ്പോൾ അത് ചോദിച്ചേ പറ്റൂ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ ഈ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ട് ചോദ്യം ചെയ്യുന്നുള്ളൂ. മറ്റ് പലരുടെയും കണ്ടന്റുകൾ അവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ആര്യൻ്റെ ഒരു കാര്യം, ആര്യൻ വന്ന് അനുമോളുടെ പുറകു ഭാഗത്ത് മസ്താനി ഉന്തിയിട്ടിട്ട് വന്നിട്ട് തട്ടുന്ന ഒരു ഇതൊക്കെ നമ്മൾ കണ്ടാണ്. വളരെ മോശം ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നി. പക്ഷെ അത് വളരെ ലാഘവത്തോടെ ചിരിച്ചുകൊണ്ടാണ് ലാലേട്ടൻ അത് കൈകാര്യം ചെയ്തത്. എന്ത് തള്ളാണ് മസ്താനി തള്ളണത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത് വിട്ടത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു പെൺകുട്ടി അവളറിയാതെ ഒരു ചെറുക്കൻ വന്നിട്ടും അവളുടെ പുറകുവശത്ത് വന്ന് ഇടിക്കുക എന്ന് പറഞ്ഞാൽ, അത് ഇടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളി മേത്ത് വന്ന് തട്ടുന്നു. അത് ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ആര്യനെ ചോദിക്കാതെ അത് വിട്ട് കളഞ്ഞു. പല കാര്യങ്ങളും അതിൽ അക്ബർ ഇപ്പോൾ മസ്താനിയുടെ ഇൻ്റർവ്യൂ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. മസ്താനി അതിൽ പറയുന്നുണ്ട് അക്ബറും അപ്പാനും കൂടെ മസ്താനിയുടെ അടുത്ത് ഒരു രാത്രിയിൽ എന്തോ ഒരു കാര്യം കഴുകി തുണി മടക്കി വെച്ചില്ലെന്നോ എന്തോ പാത്രം കഴുകി വെച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകും. അതിൽ കക്കൂസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ ഇപ്പോഴും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെയുള്ള വാക്കുകൾ ഇപ്പോൾ ഉപയോഗിക്കില്ല, ആ കൂടി ഉപയോഗിച്ചിരിക്കുന്നത് അത് രേണുസുതിയെ സെപ്റ്റ് ടാങ്ക് എന്ന് വിളിച്ചത്. അതൊരു നമുക്ക് തന്നൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിളിച്ചതാണ്. പക്ഷെ ഇത് ടാസ്ക് ആയിരുന്നില്ല. ഇത് അതിനകത്ത് അവർ രാത്രിയിലുണ്ടായ ഒരു വഴക്കിനെ തുടർന്നാണ് അക്ബർ മസ്താനിയെ കക്കൂസ് എന്ന് വിളിച്ചത്. അത് ഞാൻ ലൈവായിട്ട് കണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്ത് ചോദിക്കുകയോ പിടിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ചില കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പിടിക്കുന്ന പോലെ തോന്നി. അവരെ ഇട്ട് കൊടുത്തിട്ട് പ്രേക്ഷകരെ വോട്ട് കുറച്ചിട്ട് പുറത്താക്കുക. അത് അപ്പോൾ പറയാമല്ലോ, ജെന്യൂനായിട്ട് പറയാം, അവർക്ക് വോട്ട് കുറഞ്ഞുകൊണ്ട് അവർ പുറത്തു പോയി. പക്ഷേ ഇതിനൊക്കെ പിന്നിൽ തിരക്കഥ രചിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ക്രൂസാണ്, അതിൻ്റെ ഡയറക്ടറാണ്. വളരെ മോശം കാര്യമാണ്. അക്ബറിൻ്റെയും ആര്യൻ്റെയും ജിസേൻ്റെയും പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള സീസണിലൊക്കെ പല കണ്ടസ്റ്റൻസ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അന്നൊന്നും ലൈവ് ഇല്ലായിരുന്നു, നമുക്കറിയില്ല. ഇപ്പം ലൈവും അതുപോലെ തന്നെ
പ്രൈം ടൈമിലുള്ള ഈ രണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലൈവിലുള്ള പല കാര്യങ്ങളും പ്രൈം ടൈമിൽ കാണിക്കുന്നില്ല, എപ്പിസോഡ് വരുന്നില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഇവരുടെ സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ എഡിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണെന്ന് നമുക്ക് 100% ഉറപ്പിക്കാം എന്നുള്ള രീതിയിലാണ് എനിക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബിഗ് ബോസിൻ്റെ ഈ ഒരു രീതി ശരിയല്ല. കാരണം പിന്നെ എന്തിനാണ് ലൈവിൽ കാണിച്ചത്? അതിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് എടുത്ത് അത് പ്രൈം ടൈമിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഒരാളെ കാര്യം മൂടി വെക്കാൻ വേണ്ടിയിട്ട് പല എഡിറ്റും നടത്തി നമ്മൾ മുന്നിലോട്ട് വയ്ക്കുന്ന രീതി ശരിയല്ല. ലൈവ് കാണുന്ന ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ ലൈവ് കാണുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരും ആ 9:30 മുതൽ 10:00 വരെ ഇരുന്ന് കാണുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ 11 മണി മുതൽ 11:30 വരെ ഇതിൻ്റെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നത്, അതൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും. ലൈവ് കാണുന്നത് വളരെ അപൂർവ ആൾക്കാരുണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിനോട് അത്രയും ഇഷ്ടപ്പെട്ട ബിഗ് ബോസിനോട് ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാർ, അതിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന, കോമണേഴ്സായിട്ട് വരുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ, അവരൊക്കെ ലൈവൊക്കെ ഇരുന്ന് കാണുന്നുണ്ടാവും. അല്ലാതെ ഈ വീട്ടമ്മമാർ, കുറേ ആൾക്കാർ ജോലിക്ക് പോകുന്നവരൊക്കെ ഇത് ഇപ്പോൾ ലൈവിൽ നിന്ന് കാണാനൊന്നും പറ്റിയൊന്നും വരില്ല. അവരൊക്കെ രാത്രി വീട്ടിൽ വരുമ്പോൾ ഇരുന്ന് കാണുന്ന അല്ലാതെ ലൈവൊന്നും കാണില്ല. പക്ഷേ ലൈവിൽ കാണുന്ന പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുള്ള ഒരു എഡിറ്റഡ് വേർഷനാണ് നമുക്ക് മുന്നിലേക്ക് ബിഗ് ബോസ് ക്രൂസ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ അനുമോളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ, അനുമോളുടെ മുഖഭാവം മാറുന്നതും ജീവൻ വന്നു പോകുന്നത്, ഇത് വരുന്നത് TV സീരിയൽ പോലെയാണോ ഈ ഒരു റിയാലിറ്റി ഷോ ആണ് കണക്കാക്കുന്നത്? ഇവർക്ക് റേറ്റിംഗ് മതി എങ്കിൽ ഒരാളുടെ ജീവിതം വെച്ച് കളിച്ചിട്ടല്ലല്ലോ നമ്മൾ റേറ്റിംഗ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഭാഗ്യത്തിന് ഇതിനെ എടുത്തിട്ട് അവിടെ ഒരു കണ്ടസ്റ്റൻറ്റും അനുമോളോട് ചോദിക്കുന്നതോ അനുമോളിട്ട് പിന്നീട് അതിനോട് തർക്കമോ ഒന്നും ഉണ്ടായില്ല. വേണമെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കട്ടെ ഇവർ ഒരു കണ്ടന്റ് കൊണ്ട് കിട്ടില്ല. അനുമോളെടുത്ത് ചോദിക്കുമ്പോൾ അനുമോൾ പ്രതികരിക്കുന്നു. അപ്പോൾ അനുമോളുടെ വായന എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതപ്പോൾ പുറത്ത് ചർച്ചയാവുന്നു, അത് ജീവൻ പ്രതികരിക്കുന്നു, ജീവൻ്റെ വീട്ടുകാർ പ്രതികരിക്കുന്നു, ഭയങ്കര ഇഷ്യൂ ആവുന്നു, ബിഗ് ബോസിന് റേറ്റിംഗ് കൊടുത്തു. ഇതൊക്കെ അവർക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കലാണ് ബിഗ് ബോസിൻ്റെ ക്രൂസിൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ പറയുന്നത് ചെറ്റത്തരമാണ്, വളരെ മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അനുമോളുടെ അടുത്ത് അത് കാണിച്ചത് വളരെ മോശം. അങ്ങനെയാണ് ഇവർ ഈ എക്സ് വൈഫ്മാരും എക്സ് ഹസ്ബൻഡ്മാരും എക്സ് ബോയ്ഫ്രണ്ട്മാരും ഒക്കെ കൊണ്ടുവരുന്നത്. എല്ലാവരും കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാൽ അനുമോളുടെ ആളെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇരുത്തി ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, കൊണ്ടുവന്ന സ്ഥിതിക്ക് പോലും അത് അനുമോളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമറ വർക്ക് അത് ശരിയായില്ല എന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്.